കളിയിക്കാവിള കൊലപാതക കേസിൽ അന്വേഷണം സങ്കീർണത നിറഞ്ഞതെന്ന് പോലീസ്. പ്രതിയുമായി തമിഴ്നാട് പോലീസ് കേരളത്തിലെത്തി. മലയം, നെയ്യാറ്റിൻകര, ക്രഷർ യൂണിറ്റ്, ഒറ്റാമരം എന്നിവിടങ്ങളിൽ എത്തിച്ച പ്രതിയുടെ തെളിവെടുപ്പ് നടത്തും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, കൊലപാതക കേസ് അന്വേഷണത്തിൽ പോലീസിനെ കുഴക്കുന്നത് എന്താണ്? ദിവ്യ, ഈ കളിയിക്കാവിള കൊലപാതകത്തിൽ ഇതുവരെയുള്ള അന്വേഷണം പോലീസിന് സങ്കീർണതകൾ നിറഞ്ഞതാണ് എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. കാരണം ഈ പ്രതി കുറ്റം സമ്മതിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ പ്രതി പറയുന്ന, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അമ്പിളി എന്ന് വിളിക്കുന്ന സജികുമാർ നൽകുന്ന മൊഴി പോലീസിനെ വലിയ തോതിൽ കുഴയ്ക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങളാണ് ഇപ്പോൾ അമ്പിളി പോലീസ് നൽകുന്ന മൊഴി. അതായത് കൊല്ലപ്പെട്ട ദീപു വിളിച്ചിട്ടാണ് താൻ ഈ വാഹനത്തിൽ കയറിയത്, ദീപുവായിട്ട് കുറേ കാലമായിട്ടുള്ള പരിചയമുണ്ടായിരുന്നു, തന്നെയും തൻ്റെ കുടുംബത്തെയും സാമ്പത്തികമായിട്ട് പലതരത്തിൽ ദീപു സഹായിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അമ്പിളി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് പോലീസിനോട് ഇയാൾ നൽകിയ മൊഴി പ്രകാരം ചില ഇൻഷുറൻസ് ഇടപാടുകളും ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിനകത്ത് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ പ്രതിയെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യണം. ഈ സ്ഥലത്തുകളിൽ, ഈ പറയുന്ന സ്ഥലത്തെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. അതിനുശേഷമായിരിക്കും പോലീസ് ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് നടത്തുക. എന്തായാലും വൈകിട്ട് 4 മണിയോടുകൂടി കന്യാകുമാരി SP മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരമാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ ഒറ്റാമരം എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനങ്ങൾ കിടക്കുന്ന സ്ഥലത്തായിട്ടാണ് ദീപുവിനെ കൊലപ്പെടുത്തിയ ആ കാറ് ഉണ്ടായിരുന്നത്. ആ കാറിലായിരുന്നു ദീപുവിൻ്റെ മൃതദേഹം പോലീസും നാട്ടുകാരും കണ്ടത്. അതേ തുടർന്നാണ് പോലീസ് ഈ വിവരം, നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയും മറ്റ് അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇവിടുന്ന് ഏതാണ്ട് 200-300 മീറ്റർ മാത്രമാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം. എന്തായാലും ഇപ്പോൾ ഈ പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനായിരുന്നു പോലീസ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ഇവിടുന്ന് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഈ പറയുന്ന പ്രതി അമ്പിളി സജികുമാർ ഈ ദീപുവിനൊപ്പം വാഹനത്തിൽ കയറിയത് എന്ന് പോലീസ് പറഞ്ഞത്. അപ്പോൾ നെയ്യാറ്റിൻകരയിലും ഈ ക്രഷർ യൂണിറ്റിലും മലയത്തും മലയിൻ കീഴിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താൻ പോലീസ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് പോകുന്നതിന് മുമ്പ് ഈ മൊഴികളിലെ വൈരുദ്ധ്യം വിശദമായി പരിശോധിച്ച് അതിനകത്തൊരു വ്യക്തത വരുത്തിയതിനു ശേഷം ക്രഷർ യൂണിറ്റിലേക്കും മലയത്തേക്കും മലയിൻ കീഴിലേക്കും പോകാമെന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഒരുപക്ഷേ ഈ കൃത്യം നടന്ന സ്ഥലത്ത് ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാറും ദീപുവിൻ്റെ മൃതദേഹവും കണ്ടെത്തിയ സ്ഥലത്ത് ഈ പ്രതിയെ കൊണ്ടുവന്ന് ചെറിയൊരു തെളിവെടുപ്പ് നടത്തുമായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക. കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാലായിരിക്കും കന്യാകുമാരി SP മാധ്യമങ്ങളെ കാണുക. എന്തായാലും കന്യാകുമാരി പോലീസും കന്യാകുമാരി SPയും പറയുന്ന കാര്യം, അതായത് നിലവിൽ പോലീസിന്, ഇവിടുത്തെ ലോക്കൽ പോലീസിന് കൃത്യമായിട്ടുള്ള ഇൻറ്റിമേഷൻ SPയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. SP തന്നെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. എന്തായാലും ഇതിനകത്ത് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള പ്രതി സജികുമാറിന് മാത്രമേ ഈ കൊലപാതകത്തിൽ പങ്കുള്ളൂ എന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസ് ഉള്ളത്? ദിവ്യ, നിലവിൽ ഈ അതും കൂടി പോലീസിന് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ പ്രതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ വലിയ തോതിൽ സാമ്പത്തികമായിട്ട് കൊല്ലപ്പെട്ട ദീപു സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപുവിനെ കുറേ കാലമായിട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി സജികുമാറിന് അറിയാം. അപ്പോൾ ഈ ദീപുവും സജികുമാറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ എന്തിനാണ് ഈ പറയുന്ന ദീപു തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ സജികുമാർ എന്തിനാണ് ഒപ്പം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്? ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നിലവിൽ ദീപുവും സജികുമാറും മാത്രമാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. അതേസമയം ദീപുവിൻ്റെ കുടുംബം പറയുന്നത് മാർത്താണ്ഡത്തുള്ള മറ്റൊരു സുഹൃത്ത് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ദീപുവിനൊപ്പം തമിഴ്നാട്ടിലേക്ക് പോകും, കോയമ്പത്തൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നതായിട്ട് ദീപു വീട്ടിൽ പറഞ്ഞിരുന്നതായിട്ട് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യം പോലീസ് സമ്മതിക്കുന്നില്ല. കാരണം ദീപു മാർത്താണ്ഡത്തേക്ക് എത്തിയിട്ടില്ല. ഇവിടുന്നും കിലോമീറ്ററുകൾ പോകണം മാർത്താണ്ഡത്തേക്ക്. അപ്പോൾ മറ്റൊരു സുഹൃത്ത് വാഹനത്തിൽ കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ദീപുവിനൊപ്പം ഈ പറയുന്ന പ്രതി അമ്പിളി സജികുമാർ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ കൊലപാതകം നടത്തി. അതാണ് നിലവിലുള്ള പോലീസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഈ കൊലപാതകം എന്തിനു നടത്തി, എങ്ങനെ നടത്തി എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതാണ്. എന്തിനാണ് നടത്തിയത് എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ആ ദീപുവിന് അറിയാവുന്ന ഒരാൾ വാഹനത്തിൽ കയറുന്നു, അയാൾ ഈ കൊലപാതകം നടത്തിയെന്ന് പോലീസിനോട് സമ്മതിക്കുന്നു. അപ്പോൾ വാഹനത്തിനകത്ത് മറ്റ് ബലപ്രയോഗം നടന്നതിൻ്റെയോ മറ്റൊന്നും ലക്ഷണങ്ങളുമില്ല. കാരണം കൃത്യമായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ദീപുവിൻ്റെ കഴുത്ത് ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് 70% മുറിച്ച നിലയിലാണ്. അപ്പോൾ ദീപു ഒരു തരത്തിലും ഇതിനെ പ്രതിരോധിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉത്തരം നൽകേണ്ടത് പോലീസാണ്. വൈകിട്ട് 4 മണിയോടുകൂടി ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കളിയിക്കാവിള കൊലപാതക കേസ് അന്വേഷണമാണ് ഇപ്പോൾ പോലീസിനെ വലച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതി സജികുമാറുമായി ഇന്ന് തെളിവെടുപ്പുണ്ടാകും. ഷിജു കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.